വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് പൂക്കാട്ടുപടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗേറ്റഡ് വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ ഒരു ഗേറ്റഡ് വില്ലയിൽ സെക്യൂരിറ്റി സിസ്റ്റം, കിഡ്സ് പ്ലേ ഏരിയ, കോമൺ ഏരിയ, ഗാർഡൻ എന്നീ അമ്യൂണിറ്റീസോട് കൂടിയാണ് വരുന്നത്. 15ഓളം വില്ലകളുള്ള ഈ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിൽ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാവരുടെയും ആവശ്യമാണ് ഗേറ്റഡ് വില്ല പ്രോജക്റ്റ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വില്ല. 3 സെന്റ് സ്ഥലത്ത് 1680 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും അടങ്ങിയ വളരെ മനോഹരമായ ഒരു വില്ലയാണ് ഇവിടെ. ഈ വില്ലയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റും അതുപോലെ തന്നെ ലൂവാർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും ഒക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. 5 മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾ കടന്നു പോകാനുള്ള സ്പേസ് റോഡിന് ലഭിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കുകളും 2-വേ ലൈറ്റും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ വില്ലയ്ക്ക് മെയിൻ ഗേറ്റ് കൂടാതെ ഇവിടെയായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. 3.9 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. 2 ഗേറ്റുകളും CNC കട്ടിംഗ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷന് പടിഞ്ഞാറ് ദർശനമായും മെയിൻ ഡോർ വടക്ക് ദർശനമായുമുള്ള ഈ വീടിന് ഒരു വലിയ SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിനാണ് ഉള്ളത്. 15 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. കൂടാതെ ഇവിടെയായിട്ടൊരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ 3 അടിയിലേറെയാണ് വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 വീലർ പാർക്കിങ്ങിനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സൈഡ് വാളിലെല്ലാം തന്നെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്ത് 4.5 അടിയോളമാണ് വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസാണ് വരുന്നത്. വർക്ക് ഏരിയയുടെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 2 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു സിറ്റ് ഔട്ടിന് 11 അടിയോളം നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൽ ലഭിക്കുന്നുണ്ട്. കോർണറിലായി വന്നിരിക്കുന്ന പില്ലറിൽ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള 2 ഹാൻഡിലൊക്കെ കൊടുത്ത് ഫ്രെയിം പാനലിംഗ് ചെയ്താണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ലിവിങ്ങിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിങ്ങിന് 14.5 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിങ്ങിൽ ലഭിക്കുന്നുണ്ട്. സൗത്ത് സൈഡ് വാളിലും ഈസ്റ്റ് സൈഡ് വാളിലും വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലുള്ള വാൾപേപ്പറാണ് വന്നിരിക്കുന്നത്. ഈസ്റ്റ് സൈഡ് വാളിൽ തന്നെയാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് താഴെയായി സ്റ്റോറേജും സൈഡിലായിട്ട് ഡക്ക സ്പേസിനുള്ളിൽ സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും അതുപോലെ തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗുമാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോഴും വുഡൻ ടെക്സ്ചറിനുള്ള ഒരു പാനലിംഗ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. 11 അടിയോളം നീളവും 11 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്.
വെസ്റ്റിലേക്ക് വലിപ്പമുള്ളൊരു വിൻഡോ തന്നെ നൽകിയിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെയും മിഡിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഇവിടെയും ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് വലിപ്പമുള്ളൊരു മിററും, കൂടാതെ മുകളിലായിട്ട് നൽകിയിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും അത്യാവശ്യം ഓപ്പൺ ബോക്സും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ സ്വിച്ചസും വി ഗാർഡിൻ്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു പാറ്റേണിലുള്ള ഗ്ലോസി ടൈൽസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന പാനലിംഗ് പ്രൊഫൈൽ ലൈറ്റും ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 9.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ നൽകിയിരിക്കുന്നത്. ഒരു 3 ഡോറിൻ്റെ വിൻഡോയും ഈസ്റ്റ് സൈഡിലേക്ക് നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സിനുള്ളിലെല്ലാം സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് നാനോ വൈറ്റിൻ്റെ ഗ്രാനൈറ്റ് ആണ്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ വാട്ടർ പ്യൂരിഫയറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് സൈഡ് വാളിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഒക്കെ നൽകി തന്നെയാണ് ഈ ഒരു കിച്ചൺ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾ റോബും ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ഡക്കർ സ്പേസിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാൾ റോബും മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ ആസ്റ്ററിൻ്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റിനോട് ചേർന്ന് തന്നെ വെസ്റ്റിലേക്ക് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റഡി റൂം വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ വരുന്നത്. ഈ ഒരു സൈഡിലെ വാളെല്ലാം തന്നെ ഭംഗിയുള്ള വാൾപേപ്പർ നൽകി ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ 14.5 അടിയോളം നീളവും 8.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ ആണ്. നമുക്കിനി മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 13 അടിയോളം നീളവും 11 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. വാൾഡ്രോബിൽ മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിലും സെറയുടെ വാട്ടർ ക്ലോസറ്റും ആസ്റ്ററിൻ്റെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും പാനലിംഗും ഒക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയും സെറയുടെ വാട്ടർ ക്ലോസറ്റും ആസ്റ്ററിൻ്റെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്.
ഇവിടെയായിട്ടാണ് സ്റ്റഡി റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു സ്റ്റഡി റൂമിന് 9 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. നോർത്ത് സൈഡ് വാളിനോട് ചേർന്ന് ഒരു സ്റ്റഡി ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് സ്റ്റോറേജും ബുക്ക് ഷെൽഫും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഈ ഒരു സ്റ്റഡി റൂമിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 10 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലായി വരുന്ന പില്ലറി ടെക്സ്ചർ വർക്കുകളും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളിൽ വന്നിരിക്കുന്നത് ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ആണ്. കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 950 മീറ്റർ, കാക്കനാടേക്ക് 15 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, ആലുവയിലേക്ക് 11 കിലോമീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 4 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 8 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1680 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും എല്ലാം അടങ്ങിയ ഈ ഒരു വില്ലയ്ക്ക് ചോദിക്കുന്നത് 59 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.